വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിലുള്ള ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു നമ്മുടെ സാധാരണക്കാരുടെ മാർക്കറ്റാണ് അല്ലേ. ഒരുപാട് സാധനങ്ങൾ കിട്ടും നല്ല വില കുറവില്ല. അപ്പൊ കുറേ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വ്ളോഗിങ് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നല്ല എണ്ണറക്കണം എന്റെ സൗണ്ട് അല്ലേ. ഫസ്റ്റത്തെ സംഭവം ഇതാണ് കേട്ടോ. അവിടെ നിന്ന് വാങ്ങിച്ചത് 150 രൂപയാണ് വന്നത്. അതൊരു പ്രൊജക്ടർ എന്നാണ് പറഞ്ഞത്. 150 രൂപയാണ്. മിനി പ്രൊജക്ടർ എന്നാണ് കേട്ടോ അതിന് പേര്. നിൽക്കുന്നത് ഞാൻ കാണിക്കാം. നീ കാണിച്ചപ്പോ അപ്പൊ ഇതിൻ്റെ ഉള്ളത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു ടോർച്ചാണ് കേട്ടോ. അത് നിൽക്ക് ഞാൻ ഒരെണ്ണം എടുക്കട്ടെ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കുറെ റീൽസ് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പൊ നമ്മൾ വി ആർ ചൂസിങ് വൺ. അപ്പൊ ദിസ് വയലറ്റ് എടുത്തു. എന്നിട്ട് ഇവിടെ ഇതിനകത്തേക്ക് നമ്മള് ആദ്യം നമ്മള് ഇത് എടുക്കണം. പിടിക്കും. ഇത് ഒരു സംഭവം ഉണ്ട് ഇവിടെ. അത് നമ്മള് അടഞ്ഞിരിക്കുകയായിരുന്നു. അതിങ്ങനെ എടുത്തു. എന്നിട്ട് ഇതിട്ടിട്ട് എന്തൂര് ദൂരം കൈയെടുക്ക്. എന്നിട്ട് ഇതിടണു. അങ്ങനെ തന്നെ. എന്നിട്ട് ഇങ്ങനെ അമർത്തുന്നു. അപ്പൊ ചുമരമ്പലിക്ക് ഓരോ കളറ് വരും എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. എന്നിട്ട് ഒരു കുണ്ടാമ്പണ്ടി ഒരു സാധനമാണ്. ഒരു വൃത്തിയില്ല. അത് എന്തിട്ടാണാവോ ചുമരമ്പയ്ക്ക് അത് വർക്ക് ചെയ്യണമൊന്നുമില്ല. നാശയെന്ന് പറഞ്ഞിട്ട് അത് ശരിയാക്കി തരാം. എടുത്ത് നോക്കിയപ്പോ തൽക്കാലം അല്ലെങ്കിൽ നോർമൽ ടോർച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അതിൻ്റെ കുട്ടൻസ് ഇപ്പം ഇതിൽ കാണിച്ചു തരാനുള്ള സമയമില്ല. സംഗതി നല്ല സംഭവമാണ്. എന്നിട്ടാണ് പോകുന്നത് 150 രൂപ അടുത്തേക്ക്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അപ്പൂസിനുള്ള നാശായി ഗൈസ്. അപ്പൂസിന്റെ അവനെപ്പോഴും ഇങ്ങനെ കാണിക്കണാണ്. അപ്പൊ അപ്പൂസിനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ 2 വാങ്ങിച്ചു. ഇനി പാറക്കൂട്ടുന്ന ഒരു ലോഡ് പാൻറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ പാൻറ്റിനും 50 രൂപ വീതമാണ്. അപ്പൊ കവറിലാണ് ഞാൻ പറഞ്ഞത്. സാധാരണക്കാരുടെ കടയാണ്. അപ്പൊ ഫസ്റ്റത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഓരോ കടക്കാർക്ക് ഓരോ കവറുകളാണ് കേട്ടോ. അപ്പൊ നമുക്ക് പാൻറ്റുകളുടെ ഒരു സെക്ഷൻ കാണിച്ചു തരാം. ഓരോ പാൻറ്റിനും 50 രൂപയാണല്ലേ പാറോ. ഇതൊരു പാൻറ് പാറ പിടിക്കും. അടുത്ത വെച്ചാ ഇതൊരു പാൻറ് 50 രൂപ. നല്ല പ്ലെയിൻ പാൻറ് പിടി. അപ്പൊ കാലിവിടെ അങ്ങനെ ലോക്കായിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്ത പാൻറ് ഒരു മിലിറ്ററി പാൻറ്റാണ്. ദിസ് പാൻറ് ഈസ് ഓൾസോ 50 രൂപ. പിന്നെ എന്തിട്ടാണ് ഇങ്ങനൊരു പാൻറ് ഗെയിമിൽ കളിക്കുന്ന പോലത്തെ 2 തരത്തിലുള്ള നല്ല എലാസ്റ്റിക് ഒക്കെ വീട്ടിലൊക്കെ ഇടാൻ ഇത് ധാരാളമാണല്ലേ. 3ാമത്തെ പാൻറ്. ദെൻ നെക്സ്റ്റ് ഈസ് ദി 4th പാൻറ്. നല്ല പാൻറ്റാണത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു പാൻറ്. അത് അടുത്തൊരു പ്ലെയിൻ പാൻറ്. അപ്പൊ ഇത് 2 ഒരേപോലെ ഇരിക്കണ്ടല്ലോ. ഇല്ല അല്ലേ. ലൈറ്റ് കളേഴ്സുകളാണ് രണ്ടും. 1 2 3 4 5 പാൻറ് 250 രൂപ. അതായത് നമ്മുടെ ഒരു പാൻറ്റിൻ്റെ വിലയ്ക്ക് നമുക്ക് ഒരു 5 പാൻറ് കിട്ടി. അപ്പോൾ അത് വേഗം നാശാവും എന്നൊക്കെ പറയും. പക്ഷെ നാശാവൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ കഴുകി യൂസ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഇത് അടുത്ത കവറിലെ സംഭവങ്ങളാണ് കേട്ടോ. അമ്മ എടുത്തരാം നിൻ്റെ എനിക്ക്. നീ അപ്പോൾ കാണും. ഞാൻ എൻ്റെ മടിയിലിടാം. അപ്പോൾ പാറുൻ്റെ അടുത്ത സെക്ഷനാണ്. യെസ്, ഇത് മുഴുവൻ അവളുടെ ബനിയനുകളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു എന്തോ ഒരു പണ്ടത്തെ ഈ തടസ്സമൊക്കെ വരുമ്പോഴുള്ളൊരു ബനിയൻ. പാറു ഇവിടെ നിന്ന് എപ്പോൾ വീഡിയോ എടുക്കാൻ എന്നാലും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഈ ചെടികളുടെ ഇടയിൽ നിറച്ച് എന്തുണ്ട് കൊതു ഇറുക്ക്. ഒരു ഇതിനും 50 രൂപയല്ലേ പാറോ. ഓരോന്നിനും 50 രൂപയാണ്. പക്ഷെ നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാ. നമ്മുടെ ഒരു എന്നിട്ട് പറ യൂണിക്കോൺ തീമിലുള്ള ഒരു ടീഷർട്ട്. ദെൻ ദിസ് ഇസ് ഓൾസോ അതിൻ്റെ കളറല്ലേ, ഒരു മൾട്ടി കളർ ടീഷർട്ട് 50 രൂപ. ദെൻ ഇതൊരു പൂശിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെന്താണിത്? പഴയത് വെച്ച് അടിച്ചാണ്. 2 കളറും കിട്ടുക.
കുറെ എന്തൊക്കെ പടങ്ങളുള്ളത് 50 രൂപ. then അടുത്ത മൾട്ടി കളർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്. 50 രൂപയ്ക്കൊക്കെ ഇത് നല്ല വെർത്താണ് കേട്ടോ. 50 രൂപ. then അടുത്തത് ഒരു ബ്ലൂ മറ്റേ പ്രിന്റിങ് ടോബറി. എന്നിട്ട് ഡിസ്നിയുടെ അല്ലേ വയലറ്റ് പാർക്കുന്റെ ഫേവറേറ്റ് കളർ. അതിന് 50 രൂപ. 50 രൂപ. ഇനി പാറു കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ എത്ര വാങ്ങിച്ചു കാണിച്ചു കൊടുക്കും? ഇപ്പൊ എത്ര രൂപയ്ക്ക്? 1 2 3 4 5 6 300 രൂപ. പൂവല്ല, ആനിമൽ പ്രിന്റ് പാന്റ്. 50 രൂപ. അടുത്ത് ഡൈനോസറിന്റെ പാന്റില് ബൗണ്, അതുപോലത്തെ കൊറേ ഡൈനോസർ ഉണ്ട്. ബൗൺ പാന്റ്, ഡൈനോസറിന്റെ ബ്രൗൺ പാന്റ് 50 രൂപ. പിന്നെ ഒരു പച്ചക്കറിന്റെ ഒരു പാന്റ് എന്നിട്ട് ഇങ്ങനെ കറക്കണത് വിലയിട്ടാ ഇങ്ങനത്തെയാണത്. ഓ പക്ഷെ ഇതിന്റെ തുണിയൊക്കെ നല്ല അടിപൊളി സാധനം. എവിടെ? അപ്പൊ ഞാനേക്കാൾ ഒരു ബ്ലോഗർ ആവാൻ ചാൻസ് ഉണ്ട് പറക്കൂട്ടതാ. സെയിമിന് ഇടാന്ന്. പൂവില്ലേ, പൂവ് യെല്ലോ പൂവ്, അത് കുറച്ച് ഒരെണ്ണം. അതെങ്ങനെയാ? അതുപോലെ തന്നെ കാട്ടിലുണ്ട് മറ്റേ ഡ്രസ്സില്ലേ, അത് പിങ്ക്. ഏത് മറ്റേ ഡ്രസ്? ഏത് പിങ്ക്? അപ്പൊ എത്ര വാങ്ങിച്ചു? 1 2 3 4 5 6 മുമ്പിൽ കൂടെ പോലെ 6 അപ്പൊ എത്ര? 300 രൂപ. 300 600 രൂപ കേട്ടോ. അപ്പൊ ഇതൊരു കടയിൽ നിൽക്കുന്ന നമ്മ അറേഞ്ച് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് റെഡിയാക്കാം. ഇതൊന്നും വെക്കാൻ ഇവിടെ അലമാര ഇല്ല എന്ന് പറയുന്നതാണ് മറ്റൊരു വസ്തു. അലമാര ഒന്നും വാങ്ങണം. ഇനി അടുത്ത 2 കവർ കഴിഞ്ഞു കേട്ടാ. ഇനി 3ാമത്തെ കവർ. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അവിടെ വാങ്ങിച്ചു കഴിയുമ്പോൾ അവരിങ്ങനെ കുഞ്ഞു കർച്ചീഫുകൾ നമുക്ക് എന്താ പറയാ ഒരു ഗിഫ്റ്റ് പോലെ തരില്ല. ഒരു കുഞ്ഞു കർച്ചീഫ്. ഇതൊന്നൊരു സന്തോഷം. 2 പാറക്കുട്ടന് തന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇല്ല പാറക്കുട്ടന് കേട്ടോ, അത് എൻ്റെ സെക്ഷനിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച്. ഇതൊരു ഒരു ഇതാണ് കേട്ടോ. ഇത് വാങ്ങിച്ചു. ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചു, ഞാൻ കണ്ടില്ലല്ലോ. ഇതൊക്കെ വാങ്ങിച്ചാണോ നമ്മള്? ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ കേട്ടോ. ഇനിയുണ്ട് നല്ല അടിപൊളി സൂപ്പർ സാധനങ്ങൾ കേട്ടോ. എനിക്ക് പകരുന്നെങ്കിൽ ഞാൻ ഇട്ടാലേ സത്യം പറയണെങ്കിൽ. ഇത് അങ്ങനത്തെ സാധനങ്ങളാണ് ഇതുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം ഓരോന്ന്. ഓക്കെ, ഫസ്റ്റ് നല്ല അടിപൊളി പതിയെ കാണിക്കതാ. ഇത് ഒരെണ്ണം അല്ലേ, ഒരു ഫുൾ സ്റ്റാർ ബ്ലാക്ക് ബ്ലൂ ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കാം. നല്ല കാണുള്ളൂ ഡ്രസ്സ് അടക്കം. ഇങ്ങനത്തെ ഒരെണ്ണം നീ ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കും. ഇങ്ങനത്തെ ഒരെണ്ണം. ഇതൊരു 50 രൂപ തന്നെ. അണ്ണാൻകുട്ടി. ചിപ്പ് ഇതായിട്ട് അണ്ണാൻകുട്ടിയുടെ സൗണ്ട് കേൾക്കാണ്ട്. അത് 50 രൂപ. സൂപ്പർ. ഇതാ എങ്ങനെയത്? വാവ്, കയ്യില്ല കേട്ടോ. അത് നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു വിന്ററിന്റെ എന്നിട്ടൊരു സംഭവം. അത് 50 രൂപ. അപ്പൊ തന്നെ 4 50 രൂപ. ഇനി അടുത്തത് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിന്റെ സ്റ്റഫ് നല്ല സ്റ്റഫാണ്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിനും 50 രൂപ. നല്ല പ്രിന്റാണ്. വേണമെങ്കിൽ പുറത്തേക്കൊക്കെ ഇടാൻ പറ്റും തോന്നുന്നു. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നല്ല മോഡേൺ ആയിട്ടുള്ള സാധനം. ഇത് പിടിക്കും. 50 രൂപ. ഇനി അതാ ചെക്ക് 50 രൂപ. 2 എണ്ണമായി. ദെൻ ലവ് 50 രൂപ. ലവ് അല്ലേ ഇത്? പെട്ട സാധനം. ഇതൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഏത് സെയിം? വീണ്ടും 50 രൂപ. അറിയില്ല. പുള്ളി സാധനം. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതെന്താ, ഇത് മറിഞ്ഞ് എടുക്കണം അല്ല ഇങ്ങനെ തന്നെ? ഇതെന്താ കളറ് പോയ വേറോ? എന്താണ് ഇങ്ങനെ? ഇതിങ്ങനെ തന്നെയാണ് ഒരു പ്രത്യേകതരം പാൻറ്. 50 രൂപ. 1 2 3 4 5 6 അപ്പൊ വീണ്ടും 300 രൂപ. 300 എത്ര രൂപയടി? അത് അവൾക്ക് തന്നെ ഒരു 10-2000 ഇവിടെ സാധനങ്ങളൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ എന്നെ ചൊറിയണം. അപ്പൊ ഇതാണ് പാറക്കുട്ടൻ്റെ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സംഭവം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ വീണ്ടും കവറിൽ കയറ്റുക. ഇതൊക്കെ ഇനി നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടുള്ള
ഒരു സ്ഥലം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മുടെ വീട്ടിൽ അതുള്ള സ്ഥലമില്ല. അപ്പോൾ നമ്മളൊരു പുതിയൊരു അലമാര വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഇടവേളയിൽ കയറിയിട്ട് കുറച്ച് എനിക്ക് കുറച്ച് ആൾ വാങ്ങിച്ചു. നമുക്ക് കുറച്ച് അതോ എനിക്ക് വീട്ടിലിടാൻ തന്നെയാണ്. എൻ്റെ കുറച്ചും കൂടി വിലയുണ്ട് കേട്ടോ. എൻ്റെ 150 രൂപ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലിടാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊരു ഫെലോസോ പാൻറ്റ്. അപ്പോൾ ഇതാണ് ഒരെണ്ണം വരുന്നത്. എനിക്ക് ഭയങ്കര ഇങ്ങനെ അലബലാശയായിട്ട് കിടക്കണം വീട്ടിൽ പോകുമ്പോട്ടാ. എൻ്റെ 150 രൂപയാണ് കേട്ടോ ഒരു പാൻറ്റിന് വില. അതൊന്ന് നല്ല നല്ല മെറ്റീരിയൽ തന്നെയാണ്. ഇരുന്നിട്ടെടുക്ക്. ആ അമ്മയ്ക്ക് 2 ടിഷ്യൂ അല്ല കർച്ചീഫ് കിട്ടി ഇരിക്കി. എനിക്കും അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നതാണ് 2 ടവല. പിന്നെ അതാ ഇങ്ങനത്തെ ഇതാ 2 വാങ്ങിച്ചത്. ഇത് പറഞ്ഞ കേട്ടോ. ഇതും 150 രൂപ. സൈഡിൽ കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. നല്ല അതൊരെണ്ണം. പിന്നെ അതാ ഇതാണെങ്കിൽ ഏറ്റവും സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് ശരിക്കും ലൈക്ര മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇതൊരെണ്ണം ഉണ്ട്. ഇതും ഇതാ ഇങ്ങനെ നമുക്ക് ചുറ്റിക്കൂട്ടാം. ഇത് 50 രൂപ. അപ്പം എത്ര എണ്ണമായി? 1 2 3. അമ്മയ്ക്ക് 1 ഒരു പാൻറ്റ്, 2 പാൻറ്റ്, 3 പാൻറ്റ്. വാവ് വാട്ട് എ ഹ്യൂജ് ഹോൾ. ഇനി അടുത്തത് 2 കർച്ചീഫ് അവർ കോംപ്ലിമെൻ്ററി തന്നു. ഇനി കുറച്ച് പ്ലെയിൻ ടീഷർട്ടുകളാണ്. ടീഷർട്ടിന് 150 രൂപ 160 രൂപ ഒരു വിലയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ബ്രാൻഡ് ലെവിസ് അല്ല ഫിലയുടെ പ്ലെയിൻ ടീഷർട്ടാണ്. 160 രൂപ. അത് കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ചു വീട്ടിലിടുന്നതൊക്കെ നല്ലതായിട്ട് നമുക്കിത് പുറത്തേക്ക് പോകുമ്പോൾ പെയർ ചെയ്ത് 2 ദിവസമൊക്കെ പുറത്തേക്ക് ഇടാം. പിന്നെ നമുക്കിത് വീട്ടിലിടാം. അപ്പോൾ ഇത് 160 രൂപ തന്നെയാണ്. ഇതൊന്ന് നിർത്ത്. പിന്നെ അതാ ഈ ഒരു ടീഷർട്ട്. ഇത് എത്രയാ? അതെ ഒരു എന്താ ഈഫിൽ ടവറിൻ്റെ ഉള്ളത് ഒരെണ്ണം 150. ഇത് ഏതാ സൈസ്? ഞാൻ കുറച്ച് ലൂസുള്ളത് വാങ്ങിക്കുള്ളൂ. കാരണം എനിക്ക് 2XL ആണ്. കണ്ടാ പറയില്ല, പക്ഷെ 2XL ആണ്. പിന്നെ എവിടെ പോയാലും തിരിച്ചറിയാൻ പറ്റാവുന്ന എൻ്റെ പാർക്കുട്ടൻ സെലക്ഷനാണ്. കിട്ടി പച്ച ഇതൊരെണ്ണം. എനിക്ക് 3 എൻ്റെ കഴിഞ്ഞു. നാളത്തോടു കൂടി എൻ്റെ തീർന്നു. പക്ഷെ എൻ്റെ ഈ നാളത്തിൻ്റെ വിലയിൽ പാർക്കുട്ടൻ കുറേ എണ്ണം കിട്ടിയെന്ന് പറയാം കേട്ടോ. ഇതൊരെണ്ണം. ചിപ്പി ചുപ്പാ ചുപ്പു. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഗോൾഡൻ മാർക്കറ്റിൽ നിന്നുള്ള പർച്ചേസസ് അല്ലേ. അപ്പൊ തൃശ്ശൂരുള്ളവർക്ക് അറിയായിരിക്കും പണ്ട് നമ്മുടെ ശക്തൻ മാർക്കറ്റിലുള്ള അയ്യോ പൂശുമോന് വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പിക്ക് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞാപ്പിക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. ഹ്യൂജ് ഹോളാവല്ലോ ഇത്. ഇതൊക്കെ ഇട്ട് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഈ പിള്ളേരെ കൊണ്ട് ഇട്ടിട്ട് നമുക്കത് ഹോൾ വീഡിയോ ആയിട്ട് കാണിക്കാന്ന് പറയുന്നത് ദാറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ തൃശ്ശൂരിലുള്ളവർക്ക് അറിയാം ഗോൾഡൻ മാർക്കറ്റ് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശക്തൻ വണ്ടികളൊക്കെ നിർത്തുന്ന അവിടെയാണ് നമ്മുടെ ഈ ഗോൾഡൻ മാർക്കറ്റ്. പണ്ടത്തെ നമ്മുടെ വഴിയോര കച്ചവടക്കാർ മാറിയിട്ട് നമ്മുടെ ഗവൺമെന്റ് അല്ലേ നമ്മുടെ പണിത് കൊടുത്തിട്ടുള്ള സ്ഥലത്താണ് അവിടെ ഉള്ളത്. ഇതൊക്കെ പ്രാവശ്യം ഒന്ന് കഴുകി യൂസ് ചെയ്യണം കേട്ടോ. അല്ല അതൊന്നല്ല നമ്മൾ പറയണേ. കുഞ്ഞിന് നമ്മൾ തോനെ വാങ്ങിച്ചിട്ടുണ്ട്. ചുന്തിരി കുറെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞിനുള്ളത് കാണിച്ചു തരാം. ഇതാണ് കുഞ്ഞാപ്പിയുടെ ഒരു ടീഷർട്ട്. അച്ചുടി ഇതൊന്ന് എന്നാ പിടി. കുഞ്ഞിൻ്റെ നീ പിടിക്കണം കേട്ടോ. ഇത് 2. നല്ല ഇലാസ്റ്റിക്കാണ് കേട്ടോ. ഈ രാത്രി ഇങ്ങനെ ചൂട് സമയത്തൊക്കെ ഇടാൻ നല്ല രസമാണ്. ഇതെന്താ? ഇത് കുഞ്ഞിന് 4 എണ്ണം 100 രൂപ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. 3 എണ്ണം 100 രൂപ. ഇതൊരെണ്ണം. നല്ല ഫ്രീക്ക് സാധനം. ഇനി കുറച്ച് ട്രൗസറുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് സോറി പാൻസ് ഭയങ്കര മോഡേണാണ്. യെസ് ചിപ്പി ചുപ്പാ ചിപ്പു ചിപ്പി ഇതൊന്ന്. പിന്നെ അയ്യോ 2 നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങിച്ചിടും. പിന്നെ എന്തിട്ടാണെന്ന് എപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തുമ്പോഴാണ് കറക്റ്റായിട്ട് അറിയണം. ചുഞ്ചിരി ഇതൊന്ന് 3. ഇത് ചുഞ്ചിരിക്ക് 4. അപ്പൊ ഇതാണ് ഞങ്ങള് അപ്പൂഷിനെ വിളിക്കാം. അപ്പൊ അപ്പൂഷി ഉറങ്ങാൻ ഇവിടെ നിൽക്കുക. അടുത്ത വീഡിയോ കൂടി എടുത്തിട്ട് പോവാ കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാന്ന് പറയാം. അപ്പൊ നമുക്ക് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഹായ് ഗൈസ്. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ശക്തനിലുള്ള ഗോൾഡൻ മാർക്കറ്റ്. തൃശ്ശൂരിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. നീണ്ട് നിവർന്ന് കിടക്കുന്ന ശക്തൻ സ്റ്റാൻഡിലുള്ള ഗോൾഡൻ മാർക്കറ്റാണ്. ഇവിടെ 10 രൂപ തൊട്ടിട്ട് എല്ലാ സാധനങ്ങളും കിട്ടും. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ ശക്തനിൽ തന്നെയുള്ള ഒരു വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഗവൺമെൻറ്റോ മുനിസിപ്പലോ കോർപ്പറേഷനോ അവരുണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. കുറേ കാലമൊന്നും കുറേ ഇഷ്യൂസൊക്കെ ആയിട്ട് തടഞ്ഞു കിടക്കുമായിരുന്നു. അവസാനം നമ്മുടെ ഈ
കടക്കാർ തന്നെ അങ്ങോട്ടേക്ക് മാറി ഷിഫ്റ്റ് ആയതാണ്. പക്ഷെ ഒരു വഴിയോര കച്ചവടക്കാരനേക്കാൾ കൂടുതൽ അവർ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഷോപ്പ് പോലെയായി. ഒന്നിനോടൊന്ന് ഷോപ്പ് വരെയായി. മഴ കൊള്ളില്ല, ശീതനടിക്കില്ല, ചാറലടിക്കില്ല. ഇവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോപ്സ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. കൂടുതലും നമുക്ക് വീട്ടിലിടാവുന്ന ഡെയിലി യൂസിന് പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ പാറക്കുട്ടന് ഇവിടുന്ന് എന്തായാലും ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ നമ്മൾ കാണിച്ചല്ലോ. അപ്പോൾ അത് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല വിലക്കുറവിന് വാച്ചുകൾ, അതേപോലെ വിത്തുകൾ, സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, വലിയ പാത്രങ്ങൾ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ പാറക്കുട്ടൻ ആദ്യം ചെന്നത് ഇവിടുത്തെ ഈ ഒരു അങ്കിളുടെ അടുത്തേക്കാണ്. അപ്പോൾ അവൾ ഇവിടുന്ന് അവിടെയുള്ളതിൻ്റെ മാക്സിമം അവൾ എടുത്തിട്ടുണ്ട്. അവൾക്ക് പാകാവുന്ന രീതിയിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇവിടുത്തെ ഷോപ്സിൽ ഓരോരുത്തർക്കും. ഭയങ്കര സ്നേഹമാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. എന്താ പറയുക, വലിയ കടകളിൽ ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് നമ്മളെ ഭയങ്കരമായിട്ട് അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ ഏത് ഷോപ്പിൽ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അവിടെ നിന്നൊക്കെ നമുക്ക് ഓരോ കർച്ചീഫുകൾ, അവർ ഒരു കുഞ്ഞു കർച്ചീഫാണ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവർ നമുക്ക് തരുന്നത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരു കർച്ചീഫിന് ചിലപ്പോൾ വളരെ കുറച്ച് രൂപ ഉണ്ടായിരുന്നിരിക്കുള്ളൂ. പക്ഷെ അവരുടെ ഒരു നന്ദി സൂചകമായിട്ട് അത് തരുമ്പോൾ, കാരണം നമുക്ക് ഇതൊക്കെ 50, 40, 60 രൂപയൊക്കെ ഉള്ളൂ. അതിപ്പോൾ ഒരു 10 എണ്ണം വാങ്ങിച്ചാൽ നമുക്ക് ഇത്ര രൂപയേ വരുന്നുള്ളൂ. പക്ഷെ അതിന് പോലും അവർ ചെറിയ ഒരു സന്തോഷ സൂചകമായിട്ട് അത് തരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പാറക്കുട്ടൻ മുതലാക്കി തന്നെ പറയാം. കുറേ കടകളിൽ നിന്ന് കുറേ ഡ്രസ്സുകൾ, ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അവൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ അവിടെയുള്ള കടക്കാർക്കൊക്കെ ഭയങ്കര കോളടിച്ചു എന്ന് പറയാം. അത്രയധികം സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാറക്കുട്ടൻ ഇങ്ങനെ എടുത്തെടുത്ത് കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ റേറ്റ് കുറഞ്ഞ കാരണം നമ്മൾ എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ശ്രദ്ധിച്ച് വാങ്ങിക്കണം, എന്തെങ്കിലും സൈഡ് വിട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കണം. പിന്നെ ഇത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ അപ്പൂസ് കുട്ടനും പാറക്കുട്ടനും മറ്റേ തോക്കും ടോർച്ച് വാങ്ങിച്ചിട്ടുള്ള ഷോപ്പാണ് അവിടെയുള്ളത്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികളെ ഒരു കണക്കിന് പറ്റിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെടിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ ഈ ചേട്ടനാണ് എടുത്ത് തരുന്നത്. അപ്പോൾ അപ്പൂസിനുള്ള തോക്കെടുത്തു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് 3 സെക്ഷനായിട്ടാണ് കേട്ടോ, 3 ഓപ്പണിംഗ് ആയിട്ടാണ് ആ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ഓരോ ഇതിൽ കൂടി ചെല്ലുമ്പോഴും ഓരോ സാധനങ്ങൾ നമുക്ക് കാണാം. ഓരോ കടകളും വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഗോൾഡൻ മാർക്കറ്റ് കാണാത്തവരുണ്ടെങ്കിൽ, പോവാത്തവരുണ്ടെങ്കിൽ, തീർച്ചയായും തൃശ്ശൂരിലുള്ളവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.